നമ്മളിപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന കരളേനിൻ കൈ പിടിച്ചാലുള്ള ദേവദൂതനിലെ ആ പാട്ട് ചേച്ചിയാണ് പാടിയതെന്ന് ഞാൻ റീസെന്റ് ആണ് അറിയുന്നത്. അത് നമ്മൾക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പല ഫ്രണ്ട്സിന് പോലും അറിയില്ല ഈ പാട്ട് പാടിയത് ഞാനാണ്, ഈ ഉള്ളവളാണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, യു ടീച്ചറാണോ ഈ പാട്ട് പാടിയത്? ഞാൻ പറഞ്ഞു നാളെ തൊട്ട് നിനക്ക് ഞാൻ ക്ലാസ് എടുക്കില്ല. നിനക്ക് എത്രയായിട്ടും അറിയില്ലേ? ഭയങ്കര നല്ലൊരു മൂവിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് ആദ്യം അതിന് ഇത്ര സ്വീകാര്യത കിട്ടാതെ പോയതെന്ന് കഷ്ടമായി പോയത് സത്യം പറഞ്ഞാൽ. എന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് സാർ അത് പഠിപ്പിക്കുന്നത്, പറഞ്ഞു തരുന്നത്. അപ്പം മെയിൽ പോർഷൻ സാറ് അലീന ഒക്കെ സാറ് തന്നെയാണ് പാടി നോക്കുന്നത്. പാടി ഇങ്ങനെ അലീന അലീന, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഒരു സ്വപ്ന ലോകത്തെന്ന് പോലെ നമ്മുടെ പാട്ട് ആ ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ ആ പാട്ടിന് ശബ്ദം നൽകിയ ഞാനാണല്ലോ അല്ലേ. മാക്ട കോഴിക്കോട് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ബാബുക്കാനായിട്ട്. ഞാൻ ഈ ട്രെയിൻ യാത്രയിൽ നരസിംഹത്തിന് ശേഷമുള്ള മൂവിയുടെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയാണ്. ലാലേട്ടന് പ്രകൃതി ചികിത്സയ്ക്ക് പോയിട്ട് തടിയൊക്കെ കുറയ്ക്കുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്തേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, സിബി സാറിനെ ഒന്ന് കാണാൻ ഒന്ന് സംസാരിക്കുമോ. ഞാൻ സാറിൻ്റെ അടുത്ത് പോയി, എൻ്റെ അടുത്ത മൂവിയിൽ ഇന്ന കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു. വിദ്യാജിയാണ് മ്യൂസിക്, ഒന്ന് വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ വർഷാവല്ലിക്കയിൽ പോയിട്ട് പാടണം എന്ന് പറഞ്ഞു. വിദ്യാജിയുടെ ഒക്കെ അടുത്ത് പോകുമ്പോഴത്തേന് ആ ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നോന്നോ ഈശ്വര. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ ലിസ്റ്റിൽ ഉള്ളവർക്ക് പോലും അറിയത്തില്ല ഈ പാട്ട് ഞാനാണ് പാടിയത്. വിരഹമാണ് ഇതിലുള്ളത്. പ്രണയമുണ്ട്, വിരഹമുണ്ട്, ഒരു പെയിനുണ്ട്. ഇത് ഇത്രയും വെച്ച് പാടി. പാട്ട് പാടിയതിനു ശേഷമോ പിന്നീട് ഇറങ്ങിയതിനു ശേഷം വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ യു ഡിഡ് വെൽ എന്ന് പറഞ്ഞു ആ ഹമ്മിങ്ങില്. ചിപ്പിക്കുള്ളിലെ മുത്തുപോലെയാണ് ചിലർ. ശരിയായ സമയവും സാഹചര്യമൊക്കെ വരുന്നതുവരെ അതിങ്ങനെ മറഞ്ഞിരിക്കും. പക്ഷേ ആ ഒരു പരിശുദ്ധിയും ആ ഒരു തിളക്കമൊന്നും ഒരിക്കലും മാറില്ല. അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ മുമ്പിലുള്ളത്. കഴിഞ്ഞ 24 വർഷങ്ങൾ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എവിടെയോ മറിഞ്ഞിരിക്കുകയായിരുന്നു. ആ ഒരു ശുദ്ധിയും ആ ഒരു തിളക്കവും ഒന്നും മായാതെ തന്നെ ഇപ്പോഴും നമുക്ക് മുമ്പിലായിട്ട് ഇതാ വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം പ്രീത ചേച്ചിയാണ്. പ്രീത ചേച്ചി സ്വാഗതം. താങ്ക് യു. ഞാനിത് പറയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം എൻ്റെ ഒരു കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്നൊരു ആളാണ് ചേച്ചി. കാരണം ആ സമയത്തൊക്കെ ദൂരദർശനും അങ്ങനെയുള്ള ടെലിവിഷൻ ചാനലുകളൊക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല അല്ലേ. പാട്ടുകൾ ശ്രദ്ധിക്കും, ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. പക്ഷേ അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തരംഗമായ കരളേനിൻ കൈ പിടിച്ചാലുള്ള ദേവദൂതനിലെ ആ പാട്ട് ചേച്ചിയാണ് പാടിയതെന്ന് വളരെ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ റീസെന്റ് ആണ് അറിയുന്നത്. അത് നമ്മൾക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എല്ലാ മലയാളികളെയും പോലെ ഞാനും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞത് റീസെന്റ് ആണ്. അപ്പോൾ ഇത് ചേച്ചിയാണ് പാടിയതെന്ന് പറയുമ്പോഴത്തേക്കിന് ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ നോക്കിയപ്പോൾ ചേച്ചി എനിക്ക് അറിയാമല്ലോ, ഞാൻ കുഞ്ഞിലെ മുതൽ കണ്ടുവരുന്ന ചേച്ചിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെയൊരു ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു. വളരെ സന്തോഷം ചേച്ചിയുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു നിയോഗം എന്നൊക്കെ പറയാല്ലേ, നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒരു നിയോഗം തന്നെയാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു നിയോഗമാണ് ഈ ഒരു പാട്ടല്ലേ കരളേനിൻ കൈ പിടിച്ചാൽ എന്നുള്ളത്. അതെനിക്ക് പാടാനുള്ളൊരു നിയോഗം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് പാടി. ആ പാട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് അറിയുന്നു. ക്രമേണയാണ് ആ പാട്ടിനൊരു വളർച്ച ഉണ്ടായത്. ആദ്യം ഇറങ്ങിയ സമയത്ത് പൂവേ പൂവേ ആയിരുന്നു ഒരു സീസണൽ ഹിറ്റ്. അപ്പം അതും ഞാൻ പാടി ട്രാക്ക് പോലെ ഒന്ന് പാടിയതിന് ശേഷമാണ് ഈ പാട്ട് ഒന്നും കൂടെ ഉണ്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സാർ എന്നെ കൊണ്ടത് പാടിക്കുന്നത്. അതിൽ ഈ പാട്ടാണ് സ്ട്രേറ്റ് ആക്കിയത്. ഈ പാട്ടിന് ഒരുപാട് സവിശേഷതകൾ ഉള്ളൊരു പാട്ടാണെന്ന് ഞാൻ അറിയുന്നത് ക്രമേണയാണ്. പാടുന്ന സമയത്തൊന്നും അറിയില്ല. ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഇത് മെയിൽ പോർഷൻ പാടുന്നത് ദാസാറാണ് എന്നുള്ളതാണ്. അതും ഞാൻ അറിയാതെയാണ് പാടിയത്. പിന്നെ ഈ ഒരുപാട് പേരുടെ പേഴ്സണൽ ഫേവറേറ്റ്സിലെ ഒരു പാട്ടായി മാറി പിന്നീട് അതറിയുന്നു. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 നോട്ട്സ്, സപ്തസ്വരങ്ങൾ. അതെ, സപ്തസ്വരങ്ങൾ ചേർത്ത് നമുക്ക് 12 നോട്ട്സ് ഉണ്ട്. അത് മുഴുവനായും മലയാള സിനിമ ഗാനങ്ങളിൽ പരീക്ഷിച്ചിട്ടുള്ളത് വളരെ ചുരുക്കമാണ്. അതിലൊരു പാട്ടാണിത്. അപ്പോൾ വിരലിലുണ്ടാവുന്ന ഗാനങ്ങളിൽ അങ്ങനെ ഒരു സവിശേഷത പറയുമ്പോൾ
തീർച്ചയായിട്ടും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാലും ഈ പാട്ടും ഞാനും ഓർമ്മയിലുണ്ടാവും എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ. അങ്ങനെയൊക്കെ അറിഞ്ഞത് പിന്നീടാണ്. ഇത് നിയോഗം തന്നെയാണ്. പിന്നെ ഈ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പൊ ഈ നിയോഗം തന്നെ പറയുവാണെങ്കിൽ ഒരു ട്രെയിൻ യാത്രയിൽ അവിചാരിതമായിട്ട് കടന്നു വന്നെന്ന് പറയാല്ലേ. ഒരു മാഗസീനിലൂടെ ഇതിനെപ്പറ്റി അറിഞ്ഞു, പക്ഷെ യാദൃശ്യമായിട്ട് കോള് വരുന്നു. അപ്പൊ അതിനെ പറ്റി ഒക്കെ ഒന്ന് പറയോ ചേച്ചി? ഞാൻ മാക്ട കോഴിക്കോട് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ബാബുക്കാനായിട്ട്. അതിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ ലെജൻഡറി സിംഗേഴ്സ് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഷോ ആണ്. ദാസാറ്, ജയചന്ദ്രൻ മാഷ്, പിന്നെ ശ്രീകുമാർ, ശ്രീകുട്ടൻ ചേട്ടൻ, പിന്നെ അങ്ങനെയുള്ള എല്ലാ സിംഗേഴ്സ്, മാർക്കോസേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ജാനകിയമ്മ, സുശീലാമ്മ, വാണിയമ്മ ഇല്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ ലെജൻഡറി ആയിട്ടുള്ള എല്ലാ സിംഗേഴ്സും ഉണ്ട്. അക്കൂട്ടത്തിൽ ഞാനെങ്ങനെ പെട്ടു എന്ന് ചോദിച്ചാൽ, ഞാൻ ആ സമയത്ത് ചാനലിൽ ഏഷ്യാനെറ്റ് സരിഗമ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനും ആദർശം. ഒരു ചാനൽ സാന്നിധ്യത്തിൽ അന്നത്തെ ഒരു യങ് സിംഗർ എന്നുള്ള നിലയ്ക്ക് 24 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. യങ് സിംഗർ എന്ന് പറയാം. ഞാനും വന്നു അതിൽ. അപ്പോൾ ഞാൻ ഈ ട്രെയിൻ യാത്രയിൽ നരസിംഹത്തിന് ശേഷമുള്ള മൂവിയുടെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയാണ്. അപ്പോൾ സിബി മലയിൽ സാറാണ് സംവിധാനം. കോക്കേഴ്സ് ബാനറിൽ റിലീസ് ചെയ്യണു. ലാലേട്ടന് പ്രകൃതി ചികിത്സയ്ക്ക് പോയിട്ട് തടിയൊക്കെ കുറയ്ക്കുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. എല്ലാത്തിലും ഉപരി എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയപ്രദ മാം മലയാളത്തിൽ ഇതിൽ നായിക സ്ഥാനത്ത് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ വിദ്യാജി ആ സമയത്ത് ഇങ്ങനെ ഹിറ്റുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവി മ്യൂസിക് കമ്പോസർ വിദ്യാജി എന്നൊക്കെ വായിച്ച്, കൈതപ്രസാറാണ് വരികൾ എന്നൊക്കെ വായിച്ച് പിരിഞ്ഞു. അതവിടെ ആ ആർട്ടിക്കിൾ വള്ളി നക്ഷത്രം അവിടെ വെച്ചിട്ട് ഞാൻ പോവാണ്. പിന്നെ പ്രോഗ്രാമിന് വൈകുന്നേരം ആയപ്പോൾ രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്തേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, സിബി സാറിനെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോൾ സാർ ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ അടുത്ത മൂവിയിൽ, അപ്പോൾ അടുത്ത മൂവിയിൽ ഞാൻ രാവിലെ വായിച്ചേ ഉള്ളൂ, എൻ്റെ അടുത്ത മൂവിയിൽ ഇന്ന കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു. വിദ്യാജിയാണ് മ്യൂസിക്, ഒരു ന്യൂ ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ട്രൈ ചെയ്യണം, ഒന്ന് വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ വർഷവല്ലികയിൽ പോയിട്ട് പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായി. ഞാൻ അന്ന് രാവിലെ ഇത് വായിച്ചതല്ലേ ഉള്ളൂ, ഈ ആർട്ടിക്കിൾ, ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു. അപ്പോൾ അതിലേക്കൊരു ഭാഗമാകുമോ ഇല്ലയോ എന്നൊന്നും അപ്പം ഫിക്സ്ഡ് അല്ല. നമ്മൾ പോയി പാടണം, അത് ശരിയാവണം, അത് ഇഷ്ടപ്പെടണം. എന്നാൽ പോലും എനിക്ക് അതിനുള്ളൊരു ക്ഷണം കിട്ടിയതേ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അപ്പം അതായത് നമ്മൾ ആ സമയത്തൊക്കെ വളരെ ചെറുപ്പമാണല്ലേ, ഓരോ അവസരങ്ങൾ നമ്മളിങ്ങനെ തേടി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പോലും അയ്യോ അതിലൊരു അവസരം കിട്ടിയിരുന്നെങ്കിലൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അയ്യോ എന്തായാലും തീർച്ചയായിട്ടും പോകണം, എങ്കിൽ പോലും ആ വിളിക്കുന്നൊരു മൊമെന്റ് ഇത് സത്യമാണോ അല്ലേ എന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ സെക്കൻഡ് മുതൽ തുടങ്ങും പേടി. വിളിക്കുന്ന ആ നിമിഷം മുതൽ ടെൻഷനാ, അയ്യോ ഇവരെയൊക്കെ ഇങ്ങനെ ശരിയാവോ ഈശ്വര, ശരിയാവണം. എല്ലായ്പ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഏതൊരു വർക്ക് വന്നാലും അത്രയും ഫിലിം ആയിക്കോട്ടെ നോൺ ഫിലിം ആയിക്കോട്ടെ, നമ്മൾ വളരെ സിൻസിയറായിട്ട് ആ ഒരു ബഹുമാനത്തോടെയാണ് പോകുന്നത്. പക്ഷെ എല്ലാം ശരിയാവണം. എനിക്കുണ്ടല്ലോ, എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നതിനെക്കാട്ടിലുപരി മ്യൂസിക് കമ്പോസർ ഇറിറ്റേറ്റഡ് ആവാതെ പറഞ്ഞു തരുന്നത് നമ്മൾ പെട്ടെന്ന് പഠിച്ച് പാടിക്കൊടുക്കാൻ സാധിക്കണേ. അദ്ദേഹത്തിന് ഹാപ്പി ആവണം. അദ്ദേഹം ഹാപ്പി ആയാലും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഡിസൈഡിങ് ആൾക്കാരുണ്ട് ഈ ഒരു പാട്ട് ഓക്കെ ആക്കണമെങ്കിൽ. ഇതെന്നല്ല ഏതൊരു ഇതും. അപ്പോൾ അദ്ദേഹം ഓക്കെ ആണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് സ്ട്രെയിറ്റ് ആവാണ്ടാവുകയോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മറ്റ് പല പാട്ടുകൾക്കും. പക്ഷെ അപ്പോൾ അതിലൊന്നും എനിക്കങ്ങനെ പ്രശ്നമില്ല. അതുകൊണ്ട് കമ്പോസറെ മുഷിപ്പിക്കാതെ എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റണേ ഈശ്വര എന്നുള്ളൊരു പ്രാർത്ഥനയും പേടിയും ആ നിമിഷം മുതൽ ആരംഭിക്കും. അങ്ങനെ തന്നെയാണ് ഈ പാട്ടിനും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയത്. നമ്മൾ ആ സമയത്ത് വിദ്യാജി എന്ന് പറയുമ്പോഴത്തേന് അത്രത്തോളം നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു സംഗീതജ്ഞനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ സിനിമയിലൊക്കെ തമാശ പറയുന്ന പോലെ ഈ സിംഹക്കൂട്ടിലേക്ക് കയറി പോകുന്ന പോലെയൊക്കെ ഉള്ളൊരു ഭീതിയായിരിക്കും. ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചി തന്നെ ഇപ്പം പറഞ്ഞു പേടിച്ചിട്ടാണ്, അല്ല പേടിയാണ്, ടെൻഷനാണ്. കാരണം ഇപ്പം ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ ഓരോ ഇന്റർവ്യൂവും എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ പോലെ ആയിരിക്കാം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം അതുപോലെ തന്നെ ആയിരിക്കും ചേച്ചി ചിലപ്പോൾ പാട്ടുകൾ പാടുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് പാടുന്ന അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പം വിദ്യാർത്ഥിയുടെ ഒക്കെ അടുത്ത് പോകുമ്പോഴത്തേനും ആ ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നോ ഈശ്വര, പേടിയോടെ തന്നെയാണ് ചെന്ന്. അപ്പൊ തലേ ദിവസം അദ്ദേഹം പൂവേ പൂവേ പാലപ്പൂവയാണ് പഠിപ്പിച്ചത്.
പഠിപ്പിച്ചിട്ട് അപ്പോൾ അതായിരിക്കും എനിക്ക് പാടാനുള്ള പാട്ട് സിവി സാറ് പറഞ്ഞ് ഫ്രഷ് ഫേസിന് വേണ്ടിയുള്ള പാട്ടായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ കരുതി പഠിച്ചു. പിന്നെ റൂമിൽ പോയിട്ട് ഞാനും കണ്ണൻചേട്ടനും കൂടെ പോയി, ഹസ്ബൻഡും കൂടെ പോയത്. ഞങ്ങൾ വീണ്ടും വീണ്ടും പാടി നോക്കി, അത് ശരിയാവാനുള്ള പിന്നെയൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ പാടി അത് തിരിച്ച് സ്റ്റുഡിയോയിൽ വന്നിട്ട് പേടിയോടെയാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ നല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് എനിക്ക് കൺസോളിൽ നിന്ന് വിദ്യാജിയെ കാണാൻ സാധിക്കുന്നത്. നല്ല മൂഡിലായിരുന്നു അദ്ദേഹം. എനിക്കതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞു തരുന്ന ആൾക്ക് ഇത് ശരിയാവുന്നില്ലല്ലോ, 2 പ്രാവശ്യമായി 3 പ്രാവശ്യമായി ഇങ്ങനൊരു ഫേസ് വന്നാൽ, ഇങ്ങനൊരു എക്സ്പ്രഷൻ വന്നാൽ നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്ന പേടിച്ചരണ്ട് നിൽക്കുന്ന നമ്മളുടെ ബാക്കി ധൈര്യവും കൂടെ പോവും, എനർജിയും കൂടെ പോവും. അവരൊക്കെ അത്രയും ലെജൻഡറി ആയിട്ട് ഉള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് അറിയാം ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എങ്ങനെ വേണം. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഒരു ഇമ്പോസിഷൻ പോലെ ഞാൻ ലൂപ്പ് ഇട്ട് തരികയാണ്, 3-4 പ്രാവശ്യം ഓരോ വരിയും പാടൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യെസ് പൂവേ പൂവേ അങ്ങനെ തന്നെയാണ് പാടിയത്. പൂവേ പൂവേ പാടി തീർന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, 1 more song is there, അതൊന്ന് പാടി നോക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് സാർ അത് പഠിപ്പിക്കുന്നത്, പറഞ്ഞു തരുന്നത്. അപ്പം മെയിൽ പോർഷൻ സാർ അലീന ഒക്കെ സാറ് തന്നെയാണ് പാടി നോക്കുന്നത്, പാടി ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത്. അപ്പം ഞാൻ ഭയങ്കര പ്രത്യേകത തോന്നി. നമുക്കത് കേൾക്കുമ്പോഴേ അങ്ങനെ തോന്നുമല്ലോ, അങ്ങനെ ചില പാട്ടുകൾ. അപ്പം അത് ഈ പാട്ടിനും ഇപ്പം നേരത്തെ പോലെ ഒരു ഇമ്പോസിഷൻ തരുവാണ്, പാടൂ ഓരോ വരി വീതം പാടൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 വട്ടം സിങ് അഗെയിൻ എന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ അതിൽ നിന്ന് ഇനഫ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് കേട്ടോ എൻ്റെ അടുത്ത്. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു രീതിയാണ് ആ സോങ്ങിന് എൻ്റെ അടുത്ത് ചെയ്യാം. അപ്പോൾ കുറേ അനുപല്ലവിയൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ടെൻഷനൊക്കെ മാറി, ഫൈനലി റിലാക്സ്ഡ് ആയി. ഇപ്പൊ ഇതിന്റെ ഒരു നമ്മൾ ഫീമെയിൽ വേർഷനും ഉണ്ട് മെയിൽ വേർഷനും കൂടെ ഒന്നിച്ചാണല്ലോ വരുന്നത്. അപ്പൊ ഈ ദാസേട്ടൻ ആ പാടുന്നത് നമുക്ക് അറിയില്ല, ചേച്ചി മാത്രം പാടിയിട്ടാണ് ആദ്യം പോയത് അല്ലേ. പിന്നെ ഇതെപ്പോഴാണ് അറിഞ്ഞത് ദാസേട്ടനൊപ്പം ആയിരുന്നു വന്നതെന്നൊക്കെ? അതായത് പാടി കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ അപ്പം തന്നെ സംസാരിക്കുന്നതുണ്ടായിരുന്നു, ദാസാറാണ് ഇത് പാടുന്നതെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് അപ്പോഴും. പക്ഷേ അത് ആദ്യമായിട്ടാണോ അന്ന് ദാസേട്ടൻ പാടുന്നത്? അല്ല അതിലും മുന്നേ സമാന്തരങ്ങൾ എന്ന് പറഞ്ഞ മൂവിയിൽ ബാലചന്ദ്ര മേനോൻ സാർ ഒരു സോളോ പാടിച്ചു തന്നെ. ആ പാട്ട് പക്ഷേ ഫിലിമിൽ സോളോ ആയിട്ടാണ്, CD-യിലെല്ലാം വന്നത് ദാസാർ. അതിനൊരു മെയിൽ വേർഷനുണ്ട്. അപ്പോൾ ദാസാറിൻ്റെയും എൻ്റെയും കൂടെ ചേർത്തുള്ള കട്ട് ചെയ്തിട്ടുള്ള വരികളാണ്. അപ്പം അങ്ങനെ ഒരു ഡ്യുവറ്റ് ആദ്യം ഫോം ചെയ്തത് സമാന്തരങ്ങളിൽ തന്നെയാണ്. പക്ഷേ പിക്ചറിലുള്ള ഒരു ഡ്യുവറ്റായിട്ട് വന്നത് നമ്മുടെ ദേവദൂതൻ ഇതിലാണ്. അപ്പൊ ദാസേട്ടൻ്റെ ഒപ്പം ആണെന്ന് പറയുമ്പോഴും നമുക്ക് അതും ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ നിന്ന് ദാസാറാണെന്ന് പാടണമെന്ന് പറയുമ്പോഴും എൻ്റെ സോങ് ഓക്കെ ആണെന്നുള്ളത് ഡിസൈഡിങ് ഫാക്ടേഴ്സ് വേറെ ഉണ്ട്. അപ്പോഴും എനിക്കറിയില്ലല്ലോ, ഈശ്വരാ എന്ത് നന്നായി, ഇത് ശരിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു അപ്പോഴും. പിന്നെ നമ്മളിവിടെ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷവും നമ്മളത് ഓക്കെ ആണോ എന്ന് അറിയാതെ ആരോടും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഇത് 2 പാട്ടും എൻ്റെ ഓക്കെ ആണെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അത് ശരിയല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെയല്ല, എല്ലാ പാട്ടും നമ്മൾ പാടിക്കഴിയുന്നത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ടാവും. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും, പറയുന്നുണ്ടാവില്ലെങ്കിലും ഞാനും അങ്ങനെ ചിന്തിച്ചത് മാത്രമാണ്. അപ്പോൾ പിന്നീട് വേണുചേട്ടനാണ് നമ്മുടെ സിംഗർ വേണുഗോപാൽ. വേണുചേട്ടനാണ് കണ്ണൻചേട്ടൻ്റെ ഫ്രണ്ടാണ്. വിളിക്കുമ്പം കാരണം അതിൽ ഒരു പാട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഇത്ര മാത്രമേ പുള്ളിക്കും അറിയുള്ളൂ. പിന്നെ അടുത്ത ടെൻഷനായി, ഇത് ഏത് പാട്ടാണ് എനിക്ക് തന്നത്, ഏതാണ് മാറ്റി. എന്തായാലും വിവരമില്ലായ്മ കൊണ്ട് ഞാൻ കുറേ വിഷമിച്ചു, പനിയൊക്കെ അതിനുശേഷമാണ് അറിയുന്നത് കരളിയിൽ നിന്ന് കൈപിടിച്ചാലാണ് ഓക്കെ ആക്കിയത്. എന്നിട്ട് അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അന്ന് CD തന്നെയാണ്, CD വാങ്ങി കേട്ടു. അപ്പം ഭയങ്കര വേറെ ലെവൽ, നമ്മൾ അവിടെ പാടിയതുപോലെയല്ല. അതെല്ലാം കഴിഞ്ഞ് അന്നേ അപ്പോൾ വിദ്യാജിക്ക് ഇതിൻ്റെ ഒരു മ്യൂസിക് ഹോൾ ആ റീ റെക്കോർഡിങ്ങും ഒക്കെ ഒരു ഭയങ്കര പ്രത്യേകതയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതെല്ലാം ആസ്വദിക്കത്തക്കതിലുള്ള സംവിധാനങ്ങളുള്ള തിയേറ്റേഴ്സ് അന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് ഇപ്പോൾ അതിന് വേറൊരു രീതിയിൽ 4K-യിൽ ഓഡിയോയും ചേഞ്ച് ചെയ്തിട്ട് മൂവി ഇറക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു അദ്ദേഹം ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. പിന്നെയും പൂവേ പൂവേ ആയിരുന്നല്ലോ സീസണൽ ഹിറ്റ്. അതെ ആ സമയത്തൊക്കെ കോളേജിലേക്ക് ഭയങ്കര ഹിറ്റായിരുന്നു. ഈ പാട്ട് അങ്ങനെ ചാനൽസിലൊന്നും അധികം കാണിക്കുന്നുണ്ടായില്ല.
അപ്പോഴും ഒരു നേരിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഗ്രാജുവലി ഈ പാട്ട് വേറെ ലെവലിൽ, വേറൊരു ഹൈറ്റിലാണ്. ഇതെല്ലാം ഞാൻ പറയണത്, ഞാൻ ആ സോങ്ങിൻ്റെ ഏറ്റവും താഴെ ഒരു പോർഷനിൽ, അത് ബ്രില്യൻ കോമ്പോസിഷൻ, ആ കമ്പോസറുടേതാണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയേണ്ടത്, അറിയേണ്ടത്. ഈ 12 നോട്ട്സ് അതിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അറിയാതെ അതിനകത്ത് വന്നിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഒരാൾ മ്യൂസിക്കിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഇതിനെ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ അത് അറിയും. പക്ഷെ അല്ല, അതറിയാതെ ഇങ്ങനെ ഒരു നമുക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനത്തെ വിധത്തിൽ അതിങ്ങനെ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് ആണത്. അപ്പോൾ പിന്നെ ഈ സോങ് അത്രയും പേഴ്സണൽ ഫേവറേറ്റ്സുകളിൽ പലരുടെയും ആയിക്കഴിഞ്ഞു. അങ്ങനെയൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് എന്തായാലും റെസ്പോൺസ് വരുമല്ലോ. അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞിട്ട് നമ്മളും ചോദിക്കുമായിരിക്കും, സാർ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് സാർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ പാട്ട് പാടിയതിനു ശേഷമോ പിന്നീട് ഇറങ്ങിയതിനു ശേഷം വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന്? അങ്ങനെ എന്തെങ്കിലും സാർ എനിക്ക് ഈ ഹമ്മിങ് പറഞ്ഞു തന്നപ്പോൾ എന്ന് വെക്കാൻ പറഞ്ഞു. ആഹാ എന്ന് വെക്കാൻ പറഞ്ഞത് ആശാ ഭോസ്ലെ ജിയിലെ ആശാജി പാടുന്നതിൻ്റെ ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് യു ഡിഡ് വെൽ എന്ന് പറഞ്ഞു ആ ഹമ്മിങ്ങിൽ. അപ്പം ഞാൻ എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് സാറിനോട് ചോദിച്ചു, സാർ ഇത് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ഐ എം ഓക്കെ ഫ്രം മൈ സൈഡ്. ഇനി അവിടെ അദ്ദേഹത്തിനും അതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ശരിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. ഫസ്റ്റ് അവാർഡ് എന്നാണെങ്കിൽ അതാണെന്ന് പറയാം അല്ലേ. അദ്ദേഹത്തിന് സന്തോഷമായി എന്നുള്ളത് അതായിരുന്നു അഭിപ്രായം. ഈ കാലങ്ങൾക്ക്, ഈ കലാസൃഷ്ടിയും ഈ പാട്ടുകളൊക്കെ പറയുവാണെങ്കിൽ കാലങ്ങൾക്ക് അതീതമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ പാട്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് വളരെ കുറച്ച് പേര് മാത്രം കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഗ്രാജുവലി ചേച്ചി പറഞ്ഞ പോലെ ഇങ്ങനെ ഇപ്പം ഇത് വളരെയധികം, അതായത് ഈ സിനിമ ഇപ്പോൾ റീ റിലീസിന് മുമ്പ് പോലും നമ്മുടെയൊക്കെ ഒരു പ്ലേലിസ്റ്റിൽ കിടക്കുന്ന ഒരു പാട്ടാണ്. അതിങ്ങനെ വീണ്ടും ഗ്രാജുവലി വരാനും എനിക്കൊന്ന് റീ റിലീസും കൂടെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരും കേൾക്കാനും. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അധികം അറിയില്ല ഈ പാട്ടിനെ പറ്റി. അവർ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പം ഈ ഒരു റീ റിലീസ് അതിന് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് ചേച്ചിക്ക് തോന്നില്ല? തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു മൂവിയിൽ അധികം അറിയപ്പെടാണ്ട ഒരു പോർഷനിൽ കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ ഒന്നും കൂടെ എല്ലാവരിലേക്കും എത്താനുള്ള ഒരു വേദിയാണ് ഈ റീ റിലീസ് അല്ലേ. പിന്നെ 24 വർഷം കഴിഞ്ഞിട്ട് റീ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു മൂവിയാണ്. മൂവി കണ്ടിരുന്നോ? കണ്ടിരുന്നു. നമുക്ക് തോന്നുകയില്ല. അന്നത്തെ സ്റ്റൈലിംഗ്, ഡ്രസ്സിന്റെ ആണെങ്കിലും ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ സ്റ്റൈലിംഗ് ചില പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് പഴയ ഒരു ഫീല് ഡ്രസ്സിങ്ങിലും ഒക്കെ നമുക്ക് തോന്നാം. പക്ഷെ ഇതൊരിക്കലും അങ്ങനെ തോന്നില്ല. പിന്നെ അവർ എൻഹാൻസ് ചെയ്തു, അതിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്തു ടെക്നിക്കൽ സൈഡ് വെച്ചിട്ട്. അപ്പോൾ വേറെ ലെവലാണ് ഈ മൂവി. പിന്നെ യങ് ജനറേഷനാണ് എനിക്ക് തോന്നുന്നത് തിയേറ്ററിലെല്ലാം കൂടുതലും ഇപ്പോൾ ഉള്ളത്. പിന്നെ സ്നേഹ പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്, പലർക്കും അറിയില്ല. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പല ഫ്രണ്ട്സിന് പോലും അറിയില്ല ഈ പാട്ട് പാടിയത് ഞാനാണ്, ഈ ഉള്ളവളാണ് എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, അപ്പം യു ടീച്ചറാണോ ഈ പാട്ട് പാടിയത്? ഞാൻ പറഞ്ഞു നാളെ തൊട്ട് ഞാൻ ക്ലാസ് എടുക്കില്ല, എത്രയായിട്ടും അറിയില്ലേ. അങ്ങനെ അല്ല, തമാശയ്ക്ക്. അപ്പോൾ അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പലർക്കും ഇത് ഞാനാണ് പാടിയതെന്ന് അറിയാനുള്ള ഒരവസരം കൂടെയാണ്. ചേച്ചി അന്ന് ആ സമയത്ത് ആക്ച്വലി പ്രഗ്നന്റ് ആയിരുന്നു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ സിനിമ എനിക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല. ഇന്ന് റീ റിലീസ് ആയപ്പോൾ തിയേറ്ററിലൊക്കെ പോയി കണ്ടിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു. അത് അതിൻ്റെ പേര് എഴുതി കാണിക്കുന്നതിൽ കണ്ടു. ആൻഡ് മറ്റേ മൂവിയിൽ ദേവദൂതൻ്റെ ഭാഗമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. അന്നില്ലായിരുന്നോ? എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല? അതല്ല, ഞാൻ കണ്ടില്ല. അത് ഉണ്ടായിരുന്നിരിക്കും, തീർച്ചയായിട്ടും ചേച്ചി കണ്ടില്ലല്ലോ ബിഗ് സ്ക്രീനിൽ. ഇത് പിന്നെ അതിനുശേഷം ചാനലിൽ വന്നു. പിന്നെ CD ഒക്കെ കാണുന്ന ഒരു സമയമുണ്ട്, അങ്ങനെ ഞാൻ കണ്ടു. പക്ഷെ ബിഗ് സ്ക്രീനിൽ നമ്മുടെ പേരിങ്ങനെ കാണുക, പിന്നെ ഇതിപ്പോൾ ഒരു ചരിത്രത്തിന്റെ ഭാഗമായ ഒരു പാട്ടാണ് എന്ന് ഉള്ള വിശേഷണം കൂടെ കിട്ടിയ സോങ് അല്ലേ. അപ്പൊ ഞാൻ എന്തുകൊണ്ടും ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതെ, ചേച്ചിക്ക് രണ്ടാമത് കിട്ടിയൊരു ഭാഗ്യം എന്ന് തന്നെ പറയല്ലേ. കാരണം അന്നൊരു ചിലപ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവുമല്ലോ. കാരണം ഞാൻ പാടിയൊരു പാട്ട് തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ലല്ലോ, നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കും. പക്ഷെ അതിനൊരു 24 വർഷങ്ങൾക്ക് ഇപ്പുറം നമുക്കൊരു ഭാഗ്യം ലഭിച്ചു. ഒന്നുകൂടെ പോയി അതിലും മനോഹരമായിട്ട് തിയേറ്ററിൽ പോയിരുന്നത് കാണാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്? ഇങ്ങനെ
ഞാൻ ഫുൾ ടൈം ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഇതാ എനിക്ക് ജയപ്രദ മാമിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഒരു സ്വപ്ന ലോകത്തെന്ന പോലെ നമ്മുടെ പാട്ട് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു പടം ഇറങ്ങുന്നതിന് മുമ്പേ സോങ്സ് പാടുന്നു, അത് ആൾക്കാർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് മുമ്പേ നമ്മൾ ആ പടത്തിൻ്റെ റിലീസിൻ്റെ സമയത്ത് പോയി കാണുന്നതും എല്ലാവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് പാടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തിയേറ്ററിലിരുന്ന് കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സത്യം അത് അനുഭവിച്ചാൽ തന്നെ അറിയാം. കാരണം ഇറ്റ്സ് ഓൾറെഡി ദയർ, എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് ഈ പാട്ട്. ആ പാട്ടിന് ശബ്ദം നൽകിയ ഞാനാണല്ലോ അല്ലേ, ഇങ്ങനെ വിചാരിച്ചു. ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയാണ് ആ പടം കണ്ടത്. ഇപ്പൊ ഈ റീസെന്റ് തിയേറ്റർ റിലീസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടാവില്ല, കാരണം ചേച്ചിയെ ഒന്നുകൂടെ എല്ലാവരും തിരിച്ചറിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വന്ന കോളുകളിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന ഏതെങ്കിലും കോളുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഹാപ്പി ആയിട്ട് വന്നത്, സന്തോഷം തോന്നി? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ ലിസ്റ്റിൽ ഉള്ളവർക്ക് പോലും അറിയത്തില്ല ഈ പാട്ട് ഞാനാണ് പാടുന്നത്. പിന്നെ എന്നെ എവിടെയോ ട്രെയിനിലൊക്കെ വെച്ച് 1-2 പേര് പരിചയപ്പെട്ടവർ അവരെങ്ങനെയൊക്കെയോ നമ്പർ തേടിയെടുത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, അയ്യോ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ലിസ്റ്റിലുള്ള പാട്ടാണിത്, പക്ഷെ അത് മാമാണ് പാടിയെന്നുള്ളത് അറിയില്ല. ഒരുപാട് സന്തോഷം. അവരുടെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് അവരങ്ങനെ ബുദ്ധിമുട്ടി എന്നെ വിളിച്ചായിരുന്നു. അങ്ങനെ അല്ലാതെ പിന്നെ മ്യൂസീഷ്യൻസിനൊക്കെ അറിയാമല്ലോ, ഇൻഡസ്ട്രിയിലുള്ളവർക്കും അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു കോള് അവരിലാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ട്രിവാൻഡ്രത്തുള്ള മ്യൂസീഷ്യൻസിനൊക്കെ ആണെങ്കിലും ഈ റിലീസ് സംബന്ധിച്ച് ഈ പടത്തിൽ ഞാൻ അവരോടൊപ്പം ഒരുപാട് നാളുകൊണ്ട് സഹകരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവർക്കും ഭയങ്കര സന്തോഷം. ഇങ്ങനെ വീണ്ടും ഒരു എന്താ പറയുക, പേര് ഇപ്പോൾ ഇതാ ഇൻ്റർവ്യൂവിന് വന്നു, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നതിൽ ഭയങ്കര സന്തോഷം. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്കും തോന്നിയിട്ടുള്ളത്, അതായത് നമ്മൾ ആ സിനിമ കാണുമ്പോൾ അവരുടെ ഒരു വിടപറച്ചിലാണ്. ആള് നാട്ടിലേക്ക് പോകുന്നു, അമ്മയിൽ നിന്നൊക്കെ അനുവാദം വാങ്ങിച്ചു വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ നായികയുടെ ഒരു കാത്തിരിപ്പ്, അപ്പോൾ ഇവരുടെ ഒരു വിരഹവും അതേപോലെ കാത്തിരിപ്പിൻ്റെ ഒക്കെ ഒരു അവരുടെ ഒരു പ്രണയമൊക്കെ ഇടകലർന്ന ഒരു പാട്ടാണ്. അപ്പം നമ്മളും അതേ രീതിയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ട് പാടിയില്ലെങ്കിൽ അതിനൊരു ജീവനില്ലാതായി പോകുക. അതിൻ്റെ ഒരു ആത്മാവിരിക്കുന്നത് അവിടെ ആയിരിക്കും. അതിലൊരു വരിയുണ്ട്, അതായത് എനിക്കൊരു അതിനെന്താണ് സംഗീതത്തിന്റെ പേര് എനിക്കറിയില്ല, ഈ അനുപല്ലവിയിലാന്ന് തോന്നുന്നു, മറ്റേ എൻ്റെ ജീവിതാഭിലാഷം വീണ്ടും എന്നു നീ പോയി വരും. അപ്പൊ ആ വരികളിൽ പോലും നമ്മൾ അത്രേ ഫീല് കൊടുത്ത് പാടിയില്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് കണക്റ്റ് ആവില്ല. അപ്പൊ ചേച്ചി അത് പാടിയപ്പോഴത്തേക്കിന് അതിന്റെ ഈ വരി എന്നല്ല എല്ലാ വരികളും ഭയങ്കര നമുക്കത് കേൾക്കുമ്പോഴത്തെ നമുക്ക് ഉള്ളിലൊരു തേങ്ങലായിരിക്കും അല്ലേ, തിയേറ്ററിൽ കാണുമ്പോഴും നമുക്കൊരു വേദനയാണ്. തീർച്ചയായിട്ടും ഇതില് അലീനയ്ക്കാണ് തീവ്രമായ പ്രണയമുള്ളത്, നായകന് ഉണ്ട്, പക്ഷെ അയാൾക്ക് പേടിയുണ്ട്, അയാൾക്ക് പേടിയാണ്. അപ്പൊ അതും അപ്പൊ എന്നിട്ട് സിനിമയിൽ കാണുമ്പോൾ പോലും ഈ ഒരു കാത്തിരിപ്പ് നമുക്കറിയാം. പക്ഷെ ഇതിൽ ഓഡിയൻസിന് ആദ്യം ഇപ്പം പൂർണ്ണമായിട്ടും കഥ അറിയാം, പക്ഷെ അയാൾക്ക് എന്തു പറ്റി, എന്നാലും വന്നില്ലല്ലോ, ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് കഷ്ടം, എത്ര നാളായി കാത്തിരിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു വേദന, അത് ഭയങ്കരമായിട്ട് ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭയങ്കര നല്ലൊരു മൂവിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് ആദ്യം അതിന് ഇത്ര സ്വീകാര്യത കിട്ടാതെ പോയതെന്ന് കഷ്ടമായി പോയത് സത്യം പറഞ്ഞാൽ. ചേച്ചി ആ പാട്ട് പാടുന്ന സമയത്ത് ശരിക്കും വിദ്യാജി ഈ പ്രോപ്പറായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു, അതോ ചേച്ചി തന്നെ ആ ഒരു അങ്ങനെ ഇല്ല കേട്ടാ. ഇതിന് സാർ അതിനൊരു സ്റ്റോറി പോലെയുള്ള ഒന്നും എനിക്ക് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ ലവ് സോങ്, അത് ആ വരികളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി അത് എങ്ങനെ അപ്പൊ അത്രയും ഉൾക്കൊണ്ട് പാടുന്നതാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. അങ്ങനെ എനിക്ക് അതിൻ്റെ കഥയൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു പ്രണയിനിയുടെ ഒരു ഗാനം ആയിട്ട് ഇത് വരാനുള്ളതാണെന്നോ അങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ വിരഹമാണ് ഇതിലുള്ളത്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, ഒരു പെയിനുണ്ട്. ഇത് ഇത്രയും വെച്ച് പാടി പാടി തന്നത് അതേപോലെ പാടി, അങ്ങനെ പറയാനേ ഉള്ളൂ. ആ ഭംഗിയുള്ള വരികളും ഭംഗിയുള്ള ശബ്ദവുമായിരിക്കാം അതിനെ ഇത്രയും മനോഹരമാക്കിയത്. ഭയങ്കര വരികൾ, കൈഡപ്രസാദ് സാറിൻ്റെ വരികൾ. അദ്ദേഹവും എന്നെ ചില ഫങ്ഷൻസിലൊക്കെ കാണുമ്പോൾ പറയും, ഒറ്റ പാട്ട് മതിയുടെ, എന്തിനധികം പാടണ, ഒരു പാട്ട് പോരെ എന്നിങ്ങനെ. അത് ശരിയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കും കൂടി ഈ റിലീസ് സംബന്ധിച്ച് ഒരു സീനിയർ സിംഗർ സുചേച്ചി എന്നെ വോയിസ് നോട്ട് ഇട്ടിരുന്നു. ചേച്ചി പറഞ്ഞു, ഇത് റിലീസ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ അറിയപ്പെടാത്ത മേഖലയിലുള്ള കുറേ ആൾക്കാരെയെങ്കിലും
കുറച്ചൊന്നും കൂടെ റെക്കഗ്നൈസ് ചെയ്യാനുള്ളൊരു ഇതാണ്. പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ പാടണം, പാടിയില്ലെങ്കിൽ നമുക്ക് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എന്തിനാ പ്രീതിയാധികം പാട്ട്, ഒരു പാട്ട് അത്ര മേൽ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പാട്ടല്ലേ പാടിയത്. അതെ അതെ. അപ്പം എനിക്ക് ചേച്ചി ആ ലൈവായിട്ട് അതൊന്നും കേൾക്കണമെന്ന് ആഗ്രഹമാണ്. എനിക്ക് ഞാൻ 2 വരി പാടിത്തരാവും. ഇതൂടെ ചേർത്ത് ഈ ഒരു നമ്മുടെ അത് അനുപല്ലവി എന്നല്ലേ പറഞ്ഞത്, എനിക്ക് അറിയില്ല. എൻ്റെ ജീവിതാഭിലാഷം. അതെ അതെ. എൻ്റെ ജീവിതാഭിലാഷം പ്രണയലോലമാകുവാനായി വീണ്ടുമെന്നു നീ പോയി വരും. ഇനി വരും വസന്തനാളിൽ എൻ്റെ സ്നേഹജന്മമാകെ സ്വന്തമാക്കുവാൻ ഞാൻ വരും. ചിറകുണരാ പെൺപിറാവായി ഞാനിവിടെ കാത്തു നിൽക്കാം. മഴവില്ലിൻ പൂഞ്ചിറകിൽ ഞാൻ അരികത്തായോടിയെത്താം. ഇനി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതൻ സ്വരം. അലീല 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 അലീല. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്. ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. എന്നു വരും നീ തിരികെ, എന്നു വരും നീ, എന്നു വരും നീ തിരികെ, എന്നു വരും നീ. വളരെ നന്നായിട്ടുണ്ട്. എനിക്കത് നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഫീലിങ്ങിന് കിട്ടുകയാണ് ആ പാട്ടിൽ നിന്ന്. അത് എല്ലാം കൊണ്ടും ആ മൂവിയിൽ എന്താ പറയുക, സിനിമയായിട്ടും ഒന്നിനൊന്നും മെച്ചപ്പെട്ട് നിൽക്കുകയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റും എല്ലാം അല്ലേ, അതിന് വളരെ ആപ്റ്റായിട്ടുള്ളൊരു മ്യൂസിക്കും കൂടെ വന്നപ്പോൾ അത് ഒന്നുകൂടെ മേലേക്കായി. അതാണ് അതിൻ്റെ റീസൺ എന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി അന്നത്തെ കാലം നമ്മൾ പാട്ട് പാടുമ്പോഴേ ഉറപ്പായിട്ടും ചിലപ്പോൾ നമ്മളെ ട്രാക്ക് പാടാനൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ചിലപ്പോൾ അത് കൺഫേം ആണോ അല്ലയോ, നമ്മൾ പിന്നീട് സിനിമയിൽ വരുമോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ദേവദൂതനൊക്കെ പാടാൻ പോകുമ്പോഴത്തേന് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? കാരണം എങ്ങാണോ ഓക്കെ ആവാതിരിക്കുമോ, ചിലപ്പോൾ ട്രാക്ക് പാടിയിട്ട് അങ്ങനെ. എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ട്രാക്ക് തരംഗിണിയിൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയം തൊട്ടേ തരംഗിണിയിലൊക്കെ ട്രാക്ക് പാടുന്നുണ്ട്. അപ്പോൾ അത് യൂസ്ഡ് ആണ്. അപ്പോൾ എനിക്കൊരു പാട്ട് കിട്ടുകയാണെങ്കിലാണ് അത് ബോണസ്, മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു പാട്ടും പാടാൻ ആ ഒരു സീരിയസ്നെസ്സോടെ തന്നെ പാടും. ഇത് ട്രാക്കല്ലേ അങ്ങനെയല്ല, സീരിയസ്നെസ്സോടെ തന്നെ പാടും. അപ്പോൾ അത് ഓക്കെ ആക്കി എന്ന് അറിയുന്നതല്ലേ. അപ്പോൾ ഇതിലും ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ട്, അതുണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആണ് എന്ന് സാറ് ഫസ്റ്റ് പറയാണ്, എനിക്ക് ഐ എം ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ശകലം ഒരു 10% പ്രതീക്ഷ. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ പറയണ്ടേ, പറഞ്ഞിട്ട് വേണമല്ലോ ബാക്കി അതിൻ്റെ തീരുമാനം അറിയാം. അതുകൊണ്ട് ഒരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ടല്ലോ, അതെല്ലാവർക്കും എപ്പോഴും മനസ്സിലാഗ്രഹം ഉണ്ടാവും, ശരിയായിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹം. പക്ഷെ അത് അത് ശരിയായില്ല, ശരിയായി എനിക്ക് അടുത്ത അങ്ങനത്തെ ഒരു വെപ്രാളം അതില്ല. ഒരു ആർട്ടിസ്റ്റ് എന്നും പ്രൂവ് ചെയ്യും. ആർട്ടിസ്റ്റ് അല്ല, എല്ലാവരും എപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതിയ പുതിയ പാട്ടുകൾ പാടണം. എത്ര ഹിറ്റ്സുകൾ സമ്മാനിച്ചിട്ടും കാര്യമില്ല, അവർ വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പാട്ടുകൾ കിട്ടി പാടുന്നത് തന്നെയാണ് ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. ചേച്ചി അപ്പോൾ റിലീസൊക്കെ ആയ സമയത്ത് എന്തായാലും നമ്മുടെ ഫാമിലിക്കൊപ്പമാണല്ലോ പോയി കാണുന്നത്. അപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൽ സിബിസാധന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കൈകാര്യം ചെയ്തൊരു പടമാണ്, അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് വീണ്ടും തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കിന് അല്ലെങ്കിൽ പ്രിവ്യൂവിന് കാണുമ്പോഴത്തേക്കിന് എൻ്റെ കണ്ണു നിറഞ്ഞു, ആ ഒരു കാത്തിരിപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ഫാമിലിയുടെ ഒരു റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി ഇതേപോലെ തന്നെ. കണ്ണൻ ചേട്ടൻ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണു നിറഞ്ഞു, സങ്കടം വന്നിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉള്ളിൽ ആ പെയിൻ നമുക്ക് ഫീൽ ചെയ്യും. ജയപ്രദ മാമിൻ്റെ ആ ഒരു കാത്തിരിപ്പ്, അത് പക്ഷേ
ഇങ്ങനെ ഒരാൾ മരിച്ചു പോയതിന് ശേഷവും അവർ കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. എന്താ കണ്ണു നിറയാൻ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്കതൊന്നും അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു, എനിക്ക് സങ്കടം വന്നു എന്ന് പറഞ്ഞു. കളഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഫാമിലി മൊത്തം നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നാണ് പോയത്. അപ്പം ഞാൻ എൻ്റെ പാട്ട് ഇങ്ങനെ കാണുമ്പം ഇങ്ങനെ കണ്ണു തള്ളിയിരിക്കുന്നത് മോൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു വന്നിട്ട് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം ദേവദൂതൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതൊരു എല്ലാവരുടെ ഒരു തിരിച്ചുവരവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് ആ സിനിമ എത്രത്തോളം ഹിറ്റായിരുന്നു എനിക്ക് അറിയില്ല. കാരണം ആ സമയത്ത് ഞാൻ ഓർക്കുന്നില്ല. അപ്പം പക്ഷേ ഈ ഒരു 24 വർഷങ്ങൾക്ക് ഇപ്പോഴും അത് റിലീസായി കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് പേർ തിരിച്ചു വരാണ്. പ്രീത ചേച്ചി അതുപോലെ ആ സമയത്തൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ സിനിമ ഈ ടി വിയിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ എപ്പോഴും ഉള്ള സംശയമാണ് രണ്ട് സിനിമകൾ, അതായത് നമ്മുടെ സമ്മർ ഇൻ ബത്ലഹേമില് ആ കുട്ടി ആരാണെന്നുള്ളതും, അതേപോലെ നമ്മുടെ ഈ മറ്റേ പൂച്ചയും കൊണ്ടൊക്കെ വരുന്ന കുട്ടിയില്ലേ അത് ആരാണെന്നുള്ളത് മലയാളികളുടെ ഒക്കെ ഡൗട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ദേവദൂതൻ കാണുമ്പോൾ എപ്പോഴും ഡൗട്ടായിരുന്നു നമ്മൾ അലീനയുടെ ചെറുപ്പകാലം അഭിനയിച്ചത് ആരാണെന്നൊക്കെയുള്ള സംശയം ഇത്രയും വർഷമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ടി വി വരുമ്പോഴത്തേനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഫേസ് അധികം കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കിന് 4K-യിലായപ്പോഴത്തേന് ഞാൻ തന്നെ ഇങ്ങനെ അത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അന്നത്തെ കാലത്ത് ടെക്നോളജിയൊക്കെ വളരെ ലിമിറ്റഡ് ആണല്ലോ. അപ്പം എടുത്തു വെക്കുന്ന ഔട്ട് ഭയങ്കര ഭീകരമായിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ നമ്മളിലേക്ക് അത് പൂർണ്ണമായിട്ട് എത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ 4K-യിൽ വന്നപ്പോഴത്തേക്കിന് ഏത് ഫ്രെയിം എടുത്താലും ദേവദൂതന്റെ ഏത് ഫ്രെയിം എടുത്താലും ഞാൻ അന്ന് രാത്രി ഞാൻ പറഞ്ഞു സാർ എല്ലാരും എന്ത് ഭംഗിയാ കാണാൻ, എന്ത് രസമാണ് കാണാൻ. അപ്പൊ ആ ഏത് ഫ്രെയിം എടുത്താലും അതിലൊരു നമ്മൾക്ക് ക്യാൻവാസിൽ വരച്ചൊരു ചിത്രം പോലും നമുക്ക് തോന്നും. അതേപോലെ തന്നെ ആ അലീനയുടെ ചെറുപ്പകാലം അഭിനയിച്ച നിർമ്മല, ആ ഒരു മാമിനെയൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണുന്നത് ഈ 4K-യിൽ വന്നപ്പോഴാണ്. കാരണം നമ്മൾ അത്രത്തോളം ഈ അടുത്ത ദിവസം ഞാൻ പുള്ളിക്കാരി ചെന്നൈയിൽ തന്നെ ഉണ്ട് വായിച്ചായിരുന്നു, സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചു. അതെ സോഷ്യൽ മീഡിയ കണ്ടായിരുന്നു. അപ്പോ ഇപ്പോഴാണ് കാണുന്നത് ആ മുഖം വ്യക്തമായിട്ട്. കാരണം ആ 4K-യിൽ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ എല്ലാവരുടെയും ഒരു തിരിച്ചുവരവാണ്. പിന്നെ കുറെ കഥകൾ, ഇതിന്റെ പിന്നിലുള്ള കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ എല്ലാവരുടെയും ഒരു തിരിച്ചുവരവും എന്ത് ഹിറ്റാണ്. ഇപ്പൊ ഒരു ആ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കൊച്ചിയിലൊക്കെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. കാരണം ആൾക്കാരുടെയൊക്കെ ഒരു റഷാണ്. കാരണം ഇത് കാണാൻ വരുന്ന യൂത്ത് പിള്ളേരെല്ലാം വന്ന് കാണാൻ വരുമല്ലോ ഇതെല്ലാം. ഫ്രണ്ട്സ് കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളുടെ കൂടെ ആൻറ്റി നമുക്ക് കാണാം, സിനിമ കാണാം ഓക്കെ പറഞ്ഞു. പക്ഷേ 3 ദിവസം കൊണ്ട് അവർ പറഞ്ഞിട്ട് അവർക്ക് ഇതുവരെ ടിക്കറ്റ് ഭയങ്കര. കാരണം നമ്മൾ നോക്കിയിരിക്കുന്നത് ബാക്ക് ടിക്കറ്റ് കിട്ടണം, നല്ല സുഖമായിട്ട് കാണണമെന്നൊക്കെയാണല്ലോ. അപ്പൊ എല്ലാവരുടെയും ഒരു തിരിച്ചുവരാണ് ആ ഒരു പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഒക്കെ ഉള്ള ഒരു സുഖമുള്ള ഒരു പാട്ട് കരളയിൽ കൈ പിടിച്ചാൽ അതപ്പം കൈതപ്രം സാറിനും നമ്മുടെ വിദ്യാജിക്കും നമ്മുടെ ദാസേട്ടനും പ്രീതിച്ചയ്ക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ആ ഒരു പാട്ട് നമുക്ക് സമ്മാനിച്ചതിന്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ജഗദീശ്വരനോട് ഫസ്റ്റ് ഇങ്ങനെ ഒരു പാട്ട് എനിക്കായി എഴുതി വെച്ചതിന്. പിന്നെ ഇതിന്റെ പിന്നണിയിലുണ്ടായിരുന്ന എല്ലാ വിദ്യാജി, കൈതപ്രം സാറ്, സിബി സാറ്, ഓഫ് കോഴ്സ് എല്ലാവരും സമ്മതിച്ചുകൊണ്ടാണല്ലോ ഇത് ഓക്കെ ആയത്. അതെ